ഇത് മഞ്ഞമുളയാണ്. ഇത് ജാവയിലുള്ള ഒരു ഇനം മുളയാണ്. ജാവ സേക്രഡ് ബാമ്പു, ജാവ മലേഷ്യ ദ്വീപുകളിലുള്ള ഒരിനം മുളയാണ്. ജാവ സേക്രഡ് ബാമ്പു എന്ന് പറയും, ന്യൂ ഗോൾഡൻ ബാമ്പു എന്നൊക്കെ പറയും. ഇന്നിപ്പോൾ ഗാർഡനിങ്ങിനും ലാൻഡ്സ്കേപ്പിങ്ങിനും ഒക്കെ ധാരാളമായിട്ട് പോട്ടുകളിൽ വളർത്താനും ഒക്കെ ആയിട്ട് ധാരാളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരിനം മുളയാണ്. രാവിലെ ഇതിനെ കണി കാണുന്നത് തന്നെ വളരെ നല്ലതാണെന്നാണ് വിശ്വാസം. ഈ ബുദ്ധ ബാമ്പു എന്ന് പറഞ്ഞ വേറെ ബുദ്ധ ബാമ്പു എന്ന് പറയുന്ന ഒരു മുളയുണ്ട്. അതിൻ്റെ കാരണം ചൈനക്കാരുടെ വിശ്വാസപ്രകാരം ബുദ്ധന് നല്ല വയറുണ്ടെന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന മുളയ്ക്ക് വലിപ്പത്തിലുള്ള ഇന്റർനോഡുകളാണുള്ളത്, പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ബുദ്ധ ബാമ്പു എന്ന് പറയുന്നത്. ബോൺസായിക്ക് വേണ്ടിയിട്ട് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് പക്ഷേ നമ്മുടെ സാധാരണ മുള ഇത് അല്ല, ഇത് ആസാം ബാമ്പു എന്ന് പറയുന്നതാണ്. ബാമ്പൂസ ആസാമിക്ക. ആസാമിലൊക്കെ വയൽ വരമ്പുകളിലൊക്കെ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു മുളയാണ്. വരമ്പുകൾ ഇടിഞ്ഞു പോകാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ദൂരെ നിന്ന് പിന്നെ ഷെയ്ഡായിട്ടും അവിടെ ആസാമിലൊക്കെ വളരെ വലിപ്പത്തിലുള്ള ഫീൽഡുകളാണുള്ളത്, വയലേലകളാണുള്ളത്. അവരുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് വേണ്ടി അവരിങ്ങനെ മുളകൾ നട്ടു. ഈ മുളകളാണ് അതിർത്തിയായിട്ട് നട്ടു വളർത്താറുള്ളത്. അത് വേറൊരു വെറൈറ്റിയാണ്. ഇത് നടക്കുന്ന മുള അല്ലെങ്കിൽ വാക്കിംഗ് ബാമ്പു എന്നാണ് പറയുന്നത്. ഓരോ വർഷം കഴിയുന്തോറും ഇതിന്റെ റൈസോം പുറത്തേക്ക് വരുന്നത് കൊണ്ട് നടന്നു പോകുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നട്ട സ്ഥലത്ത് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഇത് കാണില്ല, പുറത്തേക്ക് നീങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിലാണ് ഏറ്റവും വലിപ്പത്തിലുള്ള മുളങ്കായൊക്കെ ഉണ്ടാകുന്നത്. ഇതിന്റെ പുതിയ ഷൂട്ടിൽ നിന്ന് നമുക്ക് ബിവറേജസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ കായെക്കുറിച്ചാണ് നമ്മൾ മുന്നേ സൂചിപ്പിച്ചത്, എലിയുടെ വംശവർദ്ധന ഉണ്ടാവുമെന്ന്. നമ്മളിപ്പോൾ കവളപ്പാറ, പുത്തുമല മുതലായ പ്രദേശങ്ങളിലൊക്കെ മണ്ണിടിച്ചിൽ വൻതോതിലുണ്ടായി. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പറ്റിയതാണ്. കാരണം ഈ സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പിനെ നന്നായിട്ട് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താനായിട്ട് ഈ മുളകൾ സഹായിക്കുന്നുണ്ട്. ആ റൈസോം അവിടെ ഉണ്ടാവും. ഈ റൈസോം നമ്മൾ മണ്ണിനെ നന്നായിട്ട് പിടിച്ചു നിർത്തും. ഓരോ ചെടികൾക്കും അതിന്റെ ആയുസ് നിർണ്ണയിക്കപ്പെടുന്നുണ്ട്. ഇവിടെ മുളകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആയുസ് അത് വിത്തിൽ നിന്ന് മുളയ്ക്കുമ്പോൾ തന്നെ അത് ഫിക്സ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊരു ഘടികാരം പോലെ പ്രവർത്തിക്കുന്നു. ഒരു 48 വർഷം കഴിയുമ്പോൾ ഇത് പൂക്കും. അതുപോലെ തന്നെ 50 വർഷം കഴിയുമ്പോൾ പൂക്കുന്ന മുളകളാണ് ആ കാണുന്നത്. വേറെ ചില മുളങ്കൂട്ടങ്ങൾ 20 വർഷം കഴിയുമ്പോൾ പൂക്കുന്നതാണ്. ചിലതൊക്കെ ആണെങ്കിൽ 120 വർഷം വരെ എടുത്തിട്ടേ പൂക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ, അത് തൈ ആയിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഫീഡ് ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ ജനറ്റിക്കായിട്ട് ഇൻഫർമേഷൻ അത് കൊടുക്കപ്പെടുകയാണ്. അങ്ങനെ അതൊരു കൃത്യമായ ഇടവേളയിൽ ആവർത്തിക്കപ്പെടുന്നു. ഇത് മുള്ളുള്ള മുളയാണല്ലോ അല്ലേ? അല്ലല്ല, ഇത് മുള്ളുള്ളതല്ല. ഇത് ദണ്ഡമുള എന്ന് പറയുന്നതാണ്. ഇത് നല്ല കട്ടിയുള്ളതാണ്. ദണ്ഡമുള എന്നാണ് ഇതിനെ പറയുന്നത്. ബാംബൂസ അലാമിയ എന്നാണ് ഇതിന്റെ പേര്. അലാമി. ദണ്ട് പോലെ നിൽക്കും. ഇത് ഭൂട്ടാനാണ് ഇതിന്റെ ജന്മദേശം എന്നാണ് കരുതപ്പെടുന്നത്. നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് നടക്കുന്ന സമയത്ത് വൃദ്ധരായിട്ടുള്ളവർക്കും ഒക്കെ വൃദ്ധരായിട്ടും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും സപ്പോർട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കാവുന്ന വളരെ നല്ല ഇനം ഒരു മുളയാണ്. കുഞ്ഞുനാളിൽ ഒരു തൊട്ടിൽ മുതൽ അവസാന നാളിൽ ശവമഞ്ചം വരെ ഈ മുളകൾ കൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ സാധാരണ കോമൺ മാൻ ടിമ്പർ എന്ന് അറിയപ്പെടുന്നു. ഇന്നിപ്പോൾ വൈസ് മാൻ ടിമ്പർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത്ര പഠിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രായം നിൽക്കുന്ന മുള ഏതാ? അത് ചൈനയിലുള്ള ഒരു ഇനമാണ്. ഫില്ലോസ്റ്റാക്കിസ് ബാംബൂസോയിഡസ് എന്ന് പറയുന്ന ഒരു ഇനം 120 വർഷം വരെ ജീവിച്ചിരിക്കുന്നു എന്നാണ്. അതെ അതെ അതെ, അത്രയും ദീർഘകാലം ജീവിച്ചിരിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഉള്ളത് ഒരു 50-60 വർഷങ്ങൾ ആകുമ്പോൾ പൂക്കുന്നതാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കേരളത്തിൽ 3 ടെറൈനായിട്ട് എടുക്കുകയാണെങ്കിൽ വെസ്റ്റേൺ ഗാട്ട്സും ഇടനാടും തീരനാടും ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ ഇവിടെ കൂടുതലുള്ള ഏത് മുള? കൂടുതൽ നമ്മുടെ ഇവിടങ്ങളിലുള്ളത് നമ്മൾ ഏണിമുള അല്ലെങ്കിൽ മുള്ളുമുള എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ വേലി കെട്ടാനൊക്കെ ഉപയോഗിച്ചിരുന്നത് നിറയെ മുള്ളുള്ള അതാണ് സാധാരണ ഇതിൽ ആൾക്കാർക്ക് പെട്ടെന്ന് മുള എന്ന് പറയുമ്പോൾ മനസ്സിലോടിയെത്തുന്നത്. പിന്നെ ഈറ്റയാണ് സാധാരണ നമ്മുടെ പശ്ചിമഘട്ടത്തിലെ എല്ലാ അരുവികളുടെയും വശങ്ങളിൽ ധാരാളമായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു ഈ ചെടിയാണ്, മുളയാണ് ഈറ്റ. ഇടതൂർന്ന് വളർന്നു നിൽക്കും. ഈ നദീതീരങ്ങൾ സംരക്ഷിച്ച് നിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഈറ്റ തന്നെയാണ്. അതിൻ്റെ തന്നെ 6 ഇനങ്ങളുണ്ടെന്നാണ്. അതിൽ 5 ഇനങ്ങളും പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നതും 1 ഇനം ശ്രീലങ്കയിലുമായിട്ടാണ് കാണപ്പെടുന്നത്. ഉണ്ട്. നമ്മള് പിന്നെ തീറ്റയുടെ കാര്യത്തിൽ, മുളയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞാൽ പശ്ചിമഘട്ടം.